എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രോഹിത്തിനെ ഡോക്ടർ നോക്കിയിട്ട് വൈറൽ പനിയാണെന്ന് പറയുന്നു. അതിനുശേഷം മരുന്ന് കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത്. പിന്നെ കുറച്ച് മരുന്ന് മേടിക്കാനുണ്ട്, അത് നാളെ രാവിലെ മേടിച്ചാൽ മതി, ഇന്നിപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങിക്കോട്ടെ, റെസ്റ്റ് എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടുന്ന് പോകുന്നത്. പിന്നീട് മനുവിനെ കാണിക്കുന്നുണ്ട്. മനു ബാലേന്ദ്രനോട് പോയി ചോദിച്ചായിരുന്നു, വൈജയന്തി വീട്ടിലോട്ട് വരുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ, എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതിനുള്ള മറുപടിയും ബാലേന്ദ്രൻ കൊടുത്തായിരുന്നല്ലോ. അതൊക്കെ അറിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുവാണ്. മനു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ശിവൻ. രാജീവൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മനു വന്നോ, എന്താണ് അഭിപ്രായം എന്ന് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. രാജീവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു പിന്നെയും വരുന്നത്. അന്നേരം മനു വന്നൂടാ, ഞാൻ വിളിച്ച് പറയാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. അത് കഴിഞ്ഞ് മനുവിനോട് ചോദിക്കും, നീ എന്താണ് ഇത്രയും താമസിച്ചത് എന്ന്. അന്നേരം ഞാൻ അങ്കിളിൻ്റെ അടുത്ത് കയറി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് സലൂണിലും കയറി, എനിക്ക് താടി കൂടുതലാണ് എന്ന് പറഞ്ഞാണല്ലോ എല്ലാവർക്കും പരാതി, അതുകൊണ്ട് അതങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു എന്ന്. കമൻറ്റ് ബോക്സ് മൊത്തം മനുവിൻ്റെ താടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളായിരുന്നു, താടി കൂടുതലാണ് എന്ന് പറഞ്ഞ്. അത് ഏതായാലും ഇവിടുത്തെ സംഭാഷണത്തിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. അന്നേരം ശിവനും പറയുന്നുണ്ട്, നിൻ്റെ താടി കണ്ടാൽ നീയും ഏതെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് തോന്നുമായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു ചെറിയ കുശലം പറഞ്ഞതിന് ശേഷം എന്താണ് ബാലേന്ദ്രൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, അങ്കിൾ രണ്ട് ഡിമാൻഡേ വെച്ചിട്ടുള്ളൂ. ഒന്ന്, അലീനെ അവിടുന്ന് പറഞ്ഞു വിടാൻ സാധിക്കില്ല. പിന്നെ ഇനി അങ്ങോട്ടുള്ള കാലം അങ്കിളിൻ്റെ ഭാര്യയായിട്ട് ആൻറ്റിയെ കാണില്ല, ആ രീതിയിൽ കാണില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കുക, ഇതെന്ത് മറുപടിയാടാ, ഇതിപ്പം നിങ്ങൾ ആങ്ങളമാർ ഒരുപാട് കഷ്ടപ്പെടണ്ട, ഇത് ശരിയാകിയല്ല എന്ന് ഡയറക്റ്റ് പറയുന്ന പോലെ തന്നെയല്ലേ ഈ പറഞ്ഞതും എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, അങ്കിൾ ഇപ്പം നിൽക്കുന്ന അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അച്ഛൻ മറുപടി പറയാനെന്ന്. അന്നേരം ശിവൻ പറയും, അതൊക്കെ എനിക്കറിയാം, എനിക്ക് പേടി മൊത്തം എൻ്റെ പെങ്ങളെക്കുറിച്ചാണ്, അവളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നിങ്ങളേതായാലും ഒരു പ്ലാൻ ഉണ്ടാക്കി ആൻറ്റി അവിടെ കൊണ്ടുവിട്, ചിലപ്പം നന്നായാലോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് ശിവൻ ചോദിക്കുക, നീ എന്താ എന്നെ കളിയാക്കുവാണോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ അച്ഛൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും. അല്ല, വൈജയന്തി നന്നാകുന്നതിനെക്കുറിച്ചൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ നിനക്ക് വന്നു, അതുകൊണ്ട് ചോദിച്ചതെന്ന് പറയുമ്പോൾ നോക്കാം അച്ഛ എന്ന് പറഞ്ഞിട്ടാണ് മനു അകത്തേക്ക് പോകുന്നത്. മനു ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ രാജീവിനെ ഒന്നുകൂടെ വിളിച്ചിട്ട് വന്നേക്കാം എന്ന് ശിവൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി ആകെ വിഷമിച്ച് വീണ്ടും ഫ്രണ്ടിൽ തന്നെ ഇരിക്കും കേട്ടോ. അന്നേരം അവിടുത്തെ ഒരു പണിക്കാരൻ രണ്ടൊന്ന് മാമ്പഴമൊക്കെ തൊടിയിൽ വീണത് എടുത്തുകൊണ്ട് കൊടുക്കും. എന്നിട്ട് ചോദിക്കും, മോൾ എന്താ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിളും ആൻറ്റി ഇവിടെയില്ല, അവർ ഇന്നലെ ഒരു കല്യാണത്തിന് പോയതാണ്, അവിടെ വെച്ച് അങ്കിളിന് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവർ ഇതുവരെ വന്നില്ല, അതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു. അന്നേരം ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ വരും. വന്ന് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി ഓടിപ്പോയി ഡോറ് തുറന്ന് ഇറങ്ങുന്ന മാമച്ചായൻ്റെ കയ്യിലൊക്കെ വന്ന് പിടിക്കും. എന്നിട്ട് മുഖത്ത് നോക്കിയിട്ട്, അങ്കിളിന് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ മുഖത്ത്, ഇവിടുന്ന് ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇവിടുന്ന് പോയപ്പോൾ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ഇല്ലടി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, അതൊന്നുമല്ല, നിങ്ങൾ എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്നുണ്ട്, എന്നോട് എല്ലാം തുറന്ന് പറയണം എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേരെ, ഞാനങ്ങ് നടന്നോളാം എന്ന് പറയുവാണ്. എന്നിട്ട് നടക്കുമ്പോൾ വയ്യ കേട്ടോ മാമച്ചായനെ, അതുകൊണ്ട് കയ്യെ പിടിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചത് ഒന്ന് പറ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ കയറി പോകുന്നതിനിടയ്ക്ക് മാമച്ചായൻ പറയുന്നുണ്ട്, എനിക്ക് ഇന്നലെ ചെറിയൊരു നെഞ്ചുവേദന വന്നു, അപ്പം ഡോക്ടർ വന്ന് നോക്കിയിട്ട് ECG ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അതിന് മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ നമ്മൾ, അതുകൊണ്ട് വലിയ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറയുമ്പം എന്തൊക്കെയോ നുണകൾ പറയുന്നുണ്ട്. അകത്തോട്ട് കയറുക, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അകത്ത് കൊണ്ടേ കട്ടിലേലിരുത്തും. എന്നിട്ട് പറഞ്ഞ് നുണയൊക്കെ തിരുത്തി പറ, എന്താണ് നടന്നത് എന്ന് ചോദിക്കും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, നെഞ്ചുവേദന വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ECG ചെറിയ വേരിയേഷൻ ഉണ്ട്, പിന്നെ ECG കൂടാതെ CT സ്കാനോ എന്തൊക്കെയോ എടുത്തു, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ചെറിയ 2 ബ്ലോക്ക് ഉണ്ട്, ഒരാഴ്ച കഴിയുമ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അത് കഴിഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറയുന്നതെങ്കിൽ ആകെ വിഷമമായി രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, എന്നോട് മറച്ചു വെച്ചു, എന്നെയും കൂടി അങ്ങോട്ട് വിളിക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ആകെ വിഷമത്തോടെ സങ്കടപ്പെട്ട് പറയുമ്പോഴാണ് അങ്ങോട്ട് ഗ്രേസിയമ്മ കയറി വരുന്നത്. അന്നേരം ഗ്രേസിയമ്മയോടും ദേഷ്യപ്പെടും കേട്ടോ, എന്നോട് മറച്ചു വെച്ചു അല്ലേ, നിങ്ങൾക്ക് ഞാൻ ആരും അല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ കയ്യിലുണ്ടല്ലോ, അതൊക്കെ പിടിച്ച് വാങ്ങി നോക്കുമ്പോൾ ശരിയാണ്, 2 ബ്ലോക്ക് ഉണ്ട്, ഒരാഴ്ച കഴിയുമ്പം ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യേണ്ടി വരും. അന്നേരം ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് കൈ വെച്ചേരെ, നോണയെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങോട്ട് പോകുക രേവതിക്കുട്ടി. പോയി കഴിയുമ്പോൾ മാമച്ചായൻ ഗ്രേസിയമ്മയോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞതാണ് ഇവളോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞേരേ എന്ന്, ഇതിപ്പം നമ്മൾ മറച്ചു വെച്ചു എന്ന് ഓർത്തല്ലേ അവൾ വിഷമിക്കുന്നത്, നീ ഒന്ന് പോയി ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നു.
ഈ സമയം അവിടുന്ന് പോകുന്ന രേവതിക്കുട്ടി സങ്കടം കാരണം നേരെ വിളിക്കുന്ന അലീനയാണ്. പക്ഷേ ഫോൺ എടുക്കുന്നത് കൃഷ്ണമോള. അന്നേരം ചേച്ചി അച്ഛൻ്റെ അടുത്ത് ഞാൻ ഫോൺ കൊണ്ട് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും. അന്നേരം കൃഷ്ണമോള് ചോദിക്കും ഇന്നെന്താ രേവതി ചേച്ചി കോളേജിൽ പോകാതിരുന്നത്, പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പോയില്ല, അങ്കിളിന് ഇങ്ങനെ വയ്യാതിരിക്കുവാണ്, ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പം ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ആ സംഭവം എന്നോട് മറച്ചു വെച്ചു, ഞാൻ ആരും അല്ലാത്തതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് അത് വലിയ സീരിയസ് ആയിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ആയിരിക്കുകയല്ല, അതുകൊണ്ടായിരിക്കും മറച്ചു വെച്ചത് എന്നൊക്കെ പറയുമ്പം അതൊന്നും അല്ല, ഏതായാലും ഞാനിപ്പോൾ വെക്കുവാന്ന് പറഞ്ഞ് വിഷമിച്ചങ്ങ് വെക്കും. അപ്പോൾ രേവതിക്കുട്ടി ഇത് പറയുന്നത് കേട്ടോണ്ട് നിൽക്കുമായിരുന്നു ഗ്രേസിയമ്മ. ഗ്രേസിയമ്മയ്ക്ക് ആകെ സങ്കടാവും, കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി എന്തുണ്ടായാലും നിന്നോട് ഞങ്ങൾ തുറന്നു പറഞ്ഞോളാം, നീ വിഷമിക്കണ്ടെന്ന് ഓർത്താൽ ഞങ്ങൾ പറയാതിരുന്നത് എന്ന് പറയുമ്പം വിഷമിച്ചാലും കുഴപ്പമില്ല, എന്നോട് തുറന്നു പറയണം, നിങ്ങൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ ഗംഗാധരൻ വന്നിട്ടുണ്ട്. ശിവനും കമലയും കൂടെ ഇറങ്ങിപ്പോയി സ്വീകരിക്കുന്നു. ഓടി വന്ന് ശിവൻ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം ഗംഗാധരൻ ചോദിക്കും ഇതെന്താടാ നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്ന്. അന്നേരം ശിവൻ പറയും മനസ്സ് ശരിയല്ലെന്നേ, അതുകൊണ്ട് കഴിക്കുന്നതൊന്നും ശരീരത്തിൽ പിടിക്കത്തില്ല, ഇങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം എന്നിട്ട് കമലയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഗംഗാധരൻ പറയും. അന്നേരം ശിവൻ പറയുവാണ് അത് പണ്ടേ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റായി പോയിക്കോളൂ എന്ന്. ഒന്നും പറയുന്നില്ല കമല. ഏതായാലും ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് കയറി പോയെന്ന് പറയും. അന്നേരം കയറി വരുന്നതിനിടയ്ക്ക് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് മനു എന്തിയെന്ന്. അന്നേരം മനു മുകളിലുണ്ട്, അവനും എന്തൊക്കെയോ സംസാരിക്കാറുണ്ട് ഏട്ടനോടെന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കാം എന്നും പറയുന്നുണ്ട് ഗംഗേട്ടൻ. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനെയാണ്. അവർ രേവതിക്കുട്ടിയെ കാണാൻ വേണ്ടി പുറപ്പെട്ടതാട്ടോ വീട്ടിൽ നിന്ന്. ഇടയ്ക്ക് കരിക്കൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നു. മുത്തച്ഛനും അച്ഛനൊക്കെ സുഖമാണോ എന്ന് രേവതിക്കുട്ടി തിരിച്ചും ചോദിക്കുമ്പം അതെ ഞങ്ങൾ അങ്ങോട്ട് പോരാൻ വേണ്ടി ഇറങ്ങി, ഇപ്പം ചങ്ങനാശ്ശേരി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോ, ഇവിടെയാണെങ്കിൽ മാമച്ചായന് തീരെ സുഖമില്ലാതെ ഇരിക്കുവാണെന്ന് പറയും. അന്നേരം ഞങ്ങളിവിടുന്ന് ഇറങ്ങിയല്ലോ മോളെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാരമില്ല നിങ്ങൾ പോരെ, ഞാൻ മാമച്ചായനോട് പറഞ്ഞോളാം എന്ന് പറയും. പിന്നെ ഇതുപോലെ നെഞ്ചുവേദനയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഫോം വെച്ചതിന് ശേഷം ഈ കാര്യം രേവതിക്കുട്ടിയുടെ അച്ഛനോടും പറയുന്നുണ്ട് മുത്തശ്ശൻ. എന്നിട്ട് നമുക്ക് മാമച്ചായനെ ഇങ്ങനെ കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടുന്ന് പുറപ്പെട്ട് പോരുന്നത്. ഈ സമയം മാമച്ചായന് വയ്യാത്ത കാര്യം എല്ലാവരെയും വിളിച്ചു പറയുവാണ് ഗ്രേസിയമ്മ. അത് മാമച്ചായന് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരോട് ചെറിയൊരു കുഞ്ഞൊരു വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ റെസ്റ്റ് ഇൻ പീസ് ആയെന്നല്ല ഡോക്ടർ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞ് മാമച്ചായൻ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് ഗ്രേസിയമ്മയെ. ഇവരിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് രേവതിക്കുട്ടി വരും. പിന്നെ അതിനെ ഒരുവിധം ഒന്ന് സമാധാനപ്പെടുത്തും. എന്നാലും രണ്ടുപേരും പിണങ്ങിയിരിക്കുന്നവരിക്കുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് അതെ കിളിമാനൂരിൽ നിന്ന് രണ്ടുപേരും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനും മുത്തശ്ശനുമാണ് എന്ന് പറയുന്നു. അത് കേൾക്കുന്നത് മുഖം ഒന്ന് മങ്ങുന്നുണ്ട് ഗ്രേസിയമ്മയുടെ. ഇത്രയാണ് ഇന്നത്തെ കഥ. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഗ്രേസിയമ്മയ്ക്കും മാമച്ചായനും ആകെ ടെൻഷനാണ്, അവരെന്തിനാണ് വരുന്നത് എന്നറിയില്ലല്ലോ. ഏതായാലും അവർ പേടിച്ചതുപോലെ തന്നെ രേവതിക്കുട്ടിയെ തന്നേക്കാമോ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അവളെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന രേവതിക്കുട്ടിയുടെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. ഏതായാലും മാമച്ചായൻ ഗ്രേസിയമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്, നമ്മൾ കൊടുത്താൽ പോലും അവൾ ഇവിടുന്ന് പോകില്ല, നമ്മളെ വിട്ട് അവൾ പോകില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗ്രേസിയമ്മയെ. ഗംഗാധരനും മനുവും ശിവനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ. വൈജയന്തി തീരുമാനിക്കുന്ന രീതിയിലല്ല ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അവളെങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അത് നമ്മൾ നടപ്പിലാക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ശിവൻ ഭയങ്കര ധൈര്യത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനിപ്പോൾ എങ്ങനെയാവും എന്നറിയില്ല. ഏതായാലും ഗംഗാധരൻ പറയുന്നുണ്ട് അവൾ തോൽക്കാൻ പോകുന്നത് അലീനയുടെ മുമ്പിലാണ്, അതോടുകൂടി കുറച്ച് അഹങ്കാരം ചിലപ്പോൾ കുറഞ്ഞേക്കും എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.